മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത് ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇവിടെ പറയാൻ പോകുന്നത് മൈക്രോ പ്രോഗ്രാംഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതൊരു ഹാർഡ്വെയർ അപ്രോച്ചാണ്. മൈക്രോ പ്രോഗ്രാംഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ അപ്രോച്ചാണെന്ന്. സോ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് പ്രോഗ്രാമിംഗ് അപ്രോച്ച്. പ്രോഗ്രാമിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ് കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പ്രോഗ്രാമിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞത്. നമ്മൾ സോഫ്റ്റ്വെയർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ പ്രോഗ്രാമിംഗ് അപ്രോച്ച്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം തന്നെയാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിസ്ക് പ്രോസസ്സേഴ്സ്. സിസ്ക് പ്രോസസ്സർ മീൻസ് സിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അപ്പോൾ സാധാരണ മൈക്രോ പ്രോഗ്രാംഡ് ഇംപ്ലിമെൻറ്റേഷൻ സിസ്ക് പ്രോസസ്സേഴ്സിലും ഹാർഡ് വയേർഡ് ഇംപ്ലിമെൻറ്റേഷൻ റിസ്ക് പ്രോസസ്സേഴ്സിലുമാണ് യൂസ് ചെയ്യുക. റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ സിസ്ക് പ്രോസസ്സർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്ക് പ്രോസസ്സറിനകത്ത് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആണ്. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ, ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രോസസ്സേഴ്സിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ യൂണിറ്റ് ഈ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാറ്. മൈക്രോ പ്രോഗ്രാംഡ് അപ്രോച്ച് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാറ്. ദി കൺട്രോൾ ഇൻഫർമേഷൻ ഇസ് സ്റ്റോർഡ് ഇൻ കൺട്രോൾ മെമ്മറി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് അല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് കൺട്രോൾ മെമ്മറിയാണ്. കൺട്രോൾ മെമ്മറിയുടെ അകത്താണ് കൺട്രോൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. കൺട്രോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി കൺട്രോൾ സിഗ്നൽ സെലക്ഷൻ ആൻഡ് സീക്വൻസിങ് ഇൻഫർമേഷൻ, അതിനെയാണ് നമ്മൾ കൺട്രോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് കൺട്രോൾ സിഗ്നലാണ് ജനറേറ്റ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക, ദെൻ സീക്വൻസ് ചെയ്യുക. സീക്വൻസിങ് മീൻസ് നമ്മൾ കൺട്രോൾ യൂണിറ്റിന് രണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് സീക്വൻസിങ് ആൻഡ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു സീക്വൻസിങ്. ആ ഇൻഫർമേഷൻ എല്ലാം ഉണ്ടാവുക കൺട്രോൾ മെമ്മറിയിലാണ്. കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത് ഒരു റോമാണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. അതായത് ഈ കൺട്രോൾ മെമ്മറി ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൺട്രോൾ ഇൻഫർമേഷൻ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ യൂസർ പ്രോഗ്രാംസിനൊന്നും അത് മോഡിഫൈ ചെയ്യാനൊന്നും പറ്റില്ല, അത് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു മെമ്മറിയാണ് കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത്. ദി കൺട്രോൾ സിഗ്നൽ ടു ബി ആക്ടിവേറ്റഡ് അറ്റ് എനി ടൈം സ്പെസിഫൈഡ് ബൈ എ മൈക്രോ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും എന്ത് കൺട്രോൾ സിഗ്നലാണ് ജനറേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് കുറേ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബിറ്റ് പാറ്റേൺ ആണ്. കുറേ വൺസ് ആൻഡ് സീറോസ്, സീക്വൻസ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ഉള്ള ഒരു പാറ്റേൺ ആയിരിക്കും, ബിറ്റ് പാറ്റേൺ ആയിരിക്കും ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ മൈക്രോ ഇൻസ്ട്രക്ഷനകത്ത് ഏത് കൺട്രോൾ സിഗ്നലാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അതുപോലെ സീക്വൻസിങ് ഇൻഫർമേഷനും വേറെ കുറച്ച് ഫ്ലാഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സീക്വൻസിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അഡ്രസ്സ് ചിലപ്പോൾ അതിനകത്തുണ്ടാവും. അതാണ് സീക്വൻസിങ് ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കൺട്രോൾ സിഗ്നൽ ഏതാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ നമുക്കൊരു പാറ്റേൺ അതിനകത്തുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഓരോ ബിറ്റും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ കൺട്രോൾ സിഗ്നലിനെയാണ് അല്ലെങ്കിൽ ഓരോ കൺട്രോൾ ലൈനിനെയാണ്. അപ്പോൾ ഒരു ബിറ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺട്രോൾ സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്യണം. ഒരു ബിറ്റ് 0 ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നലിനെ ഡീആക്ടിവേറ്റ് ചെയ്യണം. ആ രീതിയിൽ അപ്പോൾ ഏതൊക്കെ ബിറ്റാണോ, ഏതൊക്കെ കൺട്രോൾ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റുകളാണോ 1 ആയിട്ടുള്ളത് അതെല്ലാമാണ് ആക്റ്റീവായിട്ട് വരിക. ആ കൺട്രോൾ സിഗ്നൽസാണ് ജനറേറ്റ് ചെയ്യുക. സോ എ സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഇസ് കോൾഡ് എ മൈക്രോ പ്രോഗ്രാം ഓർ ഫേംവെയർ. അപ്പോൾ ഒരു മൈക്രോ പ്രോഗ്രാമിനനുസരിച്ചിട്ടാണ് ഏത് സിഗ്നൽ ജനറേറ്റ് ചെയ്യണം തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സീക്വൻസ് ഓഫ് മൈക്രോ പ്രോഗ്രാംസാണ് എവിടെ ഉണ്ടാവുക, നമ്മുടെ കൺട്രോൾ മെമ്മറിയിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ നമ്മൾ മൈക്രോ പ്രോഗ്രാം അല്ലെങ്കിൽ ഫേംവെയർ എന്നാണ് പറയുക. അതായത് നമ്മുടെ കൺട്രോൾ മെമ്മറിയിൽ ഉണ്ടാവുക ഒരു മൈക്രോ പ്രോഗ്രാമാണ്. So the control memory is programmed to initiate the required sequence of micro operations. അപ്പോൾ കൺട്രോൾ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസിനെ ഇനീഷ്യേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഒരു മൈക്രോ ഓപ്പറേഷൻ നോക്കാം.
അപ്പോൾ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് കണ്ടെയ്ൻസ് 1 or more മൈക്രോ ഓപ്പറേഷൻസ്. ഇപ്പോൾ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനകത്ത് കുറേ മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ആ മൈക്രോ ഓപ്പറേഷൻസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ മെമ്മറിയിലെ ഓരോ മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനകത്ത് കുറേ വൺസ് ആൻഡ് സീറോസ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ബിറ്റ് 1 ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പെർട്ടിക്കുലർ കൺട്രോൾ ലൈനായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺട്രോൾ സിഗ്നലിനെയാണ് കാണിക്കുന്നത്. ആ കൺട്രോൾ സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാനായിരിക്കും ആ കൺട്രോൾ സിഗ്നൽ ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് ഒരു ബിറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല സ്ഥലങ്ങളിൽ 1 വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഓപ്പറേഷൻസൊക്കെ ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനകത്ത് കുറേ മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ചേർന്നതാണ് ഒരു മൈക്രോ പ്രോഗ്രാം. അങ്ങനെ ഒരു മൈക്രോ പ്രോഗ്രാമാണ് നമ്മുടെ കൺട്രോൾ മെമ്മറിയിൽ ഉണ്ടാവുക. സോ ദി മോഡിഫിക്കേഷൻസ് ക്യാൻ ബി ഡൺ ബൈ അപ്ഡേറ്റിംഗ് ദി മൈക്രോ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഹാർഡ് വയർഡ് ഇംപ്ലിമെൻറ്റേഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് അത് ഇൻഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് പുതിയൊരു ഇൻസ്ട്രക്ഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് റീഡിസൈൻ ചെയ്യേണ്ടി വരുമായിരുന്നു ഹാർഡ് വയർഡ് ഇംപ്ലിമെൻറ്റേഷനിൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻസ് എളുപ്പമാണ്, കാരണം ഇതൊരു പ്രോഗ്രാമിംഗ് അപ്രോച്ചാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോൾ മെമ്മറിയുടെ അകത്ത് ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വരുന്ന ഇൻപുട്സ് നോക്കാം. നമ്മൾ കൺട്രോൾ യൂണിറ്റിൻ്റെ ഇൻപുട്സ് നേരത്തെ കണ്ടതാണ്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ കണ്ടൻറ്റ് ഉണ്ട്, ദെൻ ALU ഫ്ലാഗ്സ്, ക്ലോക്ക്, ഇതൊക്കെ ഇൻപുട്ടായിട്ട് വരുന്നുണ്ട്. ദെൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് വിത്തിൻ CPU ആൻഡ് കൺട്രോൾ സിഗ്നൽസ് ടു ദി സിസ്റ്റം ബസ്. അങ്ങനെ 2 ബസ്സിലേക്കുള്ള CPU ബസ്സിലേക്കും സിസ്റ്റം ബസ്സിലേക്കുള്ള കൺട്രോൾ സിഗ്നൽസാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ ഇതിനകത്ത് വരുന്ന മേജർ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ CPU ഓർഗനൈസേഷനിൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ പറഞ്ഞില്ലേ, അതുപോലൊരു രജിസ്റ്ററാണ്. ഇതിനകത്ത് നമ്മുടെ കൺട്രോൾ മെമ്മറിയുടെ അകത്തുള്ള ഒരു അഡ്രസ്സാണ് ഉണ്ടാവുക. അതായത് കൺട്രോൾ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെമ്മറിയാണ്, ഒരു റോമാണ്. അതിനകത്ത് കുറേ ലൊക്കേഷൻസ് ഉണ്ടാവും. ഇത് കുറേ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ടാവും. ഈ ഓരോ ലൊക്കേഷനിലും ഉണ്ടാവുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മൈക്രോ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ കൺട്രോൾ മെമ്മറിയുടെ അകത്തുനിന്ന് ഏത് മൈക്രോ ഇൻസ്ട്രക്ഷനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവുക. അപ്പോൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ കൺട്രോൾ മെമ്മറിയുടെ അകത്തുള്ള ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഇനി കൺട്രോൾ ബഫർ രജിസ്റ്ററിൻ്റെ അകത്തുണ്ടാവുക ഈ മെമ്മറിയുടെ അകത്തുനിന്ന് ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനാണ് കൺട്രോൾ ബഫർ രജിസ്റ്ററിൽ ഉണ്ടാവുക. ഇത് നമ്മുടെ മെമ്മറി ബഫർ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ഡേറ്റ രജിസ്റ്റർ പോലെ ഒരു രജിസ്റ്ററാണ്. അപ്പോൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഏത് അഡ്രസ്സാണോ ഉള്ളത് ആ അഡ്രസ്സിലെ മൈക്രോ ഇൻസ്ട്രക്ഷൻ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് കൺട്രോൾ ബഫർ രജിസ്റ്ററിൻ്റെ അകത്തേക്ക് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ മെമ്മറിക്ക് റീഡ് എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ കിട്ടണം. റീഡ് എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ കിട്ടിയാൽ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഏത് അഡ്രസ്സാണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സിലെ മൈക്രോ ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കും, കൺട്രോൾ ബഫർ രജിസ്റ്ററിൽ വയ്ക്കും. ഇനി ഇവിടെയുള്ള ഡീകോഡർ. അപ്പോൾ കൺട്രോൾ ബഫർ രജിസ്റ്ററിൽ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനാണ് ഉണ്ടാവുക. മൈക്രോ ഇൻസ്ട്രക്ഷനിൽ എന്തൊക്കെ ഉണ്ടാവും? കൺട്രോൾ സിഗ്നൽ ഏത് ആക്ടിവേറ്റ് ചെയ്യണം എന്നറിയാൻ ഒരു ബീറ്റ് പാറ്റേൺ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എന്തുണ്ട്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു പാർട്ടുണ്ട്, അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്. ചില സമയത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും അഡ്രസ്സ് പോവുക. ചില സമയത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ആയിരിക്കും ചെയ്യേണ്ടി വരും. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് ജമ്പ് ചെയ്യേണ്ട സമയത്ത് മാത്രമാണ് നമ്മൾ ഇവിടെ കൺട്രോൾ ബഫർ രജിസ്റ്ററിലെ മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അകത്തുള്ള നെക്സ്റ്റ് അഡ്രസ് കൺട്രോൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള മൈക്രോ ഇൻസ്ട്രക്ഷനെ നമ്മൾ കൺട്രോൾ വേർഡ് എന്നും പറയും. കാരണം അതൊരു വേർഡാണ്. വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റ്സ് പാറ്റേൺ ആണ്. അത് വെച്ചിട്ടാണ് കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതിന് നമ്മൾ കൺട്രോൾ വേർഡ് എന്നും പറയും കേട്ടോ. ഇതിനകത്തെ കണ്ടൻറ്റിനെ, കൺട്രോൾ ബഫർ രജിസ്റ്ററിനകത്തുള്ള കണ്ടൻറ്റിനെ, അതായത് അതിനകത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഇൻസ്ട്രക്ഷനാണ്, അതിനെ തന്നെയാണ് നമ്മൾ കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺട്രോൾ ബഫർ രജിസ്റ്റർ ഒരു ഡീകോഡറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡീകോഡർ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ബിറ്റ് പാറ്റേൺ അനുസരിച്ച് CPU ബസ്സിലേക്കും സിസ്റ്റം ബസ്സിലേക്കുമൊക്കെയുള്ള കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യും. അതുപോലെ അതിൻ്റെ നെക്സ്റ്റ് അഡ്രസ് പാർട്ട് എടുത്തിട്ട് എങ്ങോട്ട് സെൻഡ് ചെയ്യും? ഒരു സീക്വൻസിങ് ലോജിക് ഉണ്ട്, അതിനകത്തേക്ക് സെൻഡ് ചെയ്യും. അതാണ് ഡീകോഡർ ചെയ്യുന്നത്. ഇനി സീക്വൻസിങ് ലോജിക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. സീക്വൻസിങ് ലോജിക്കാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിനകത്തേക്ക് അഡ്രസ്സ് ലോഡ് ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് ഏത്
മെമ്മറി അഡ്രസ്സ് നിന്ന്, കൺട്രോൾ മെമ്മറിയിൽ ഏത് അഡ്രസ്സിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ എടുക്കേണ്ടത്, മൈക്രോ ഇൻസ്ട്രക്ഷൻ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്ന സീക്വൻസിങ് ലോജിക്കാണ്. അത് ഡിസൈഡ് ചെയ്തിട്ട് ആ അഡ്രസ്സ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യണത് സീക്വൻസിങ് ലോജിക്കാണ്. അപ്പോൾ സീക്വൻസിങ് ലോജിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ALU ഫ്ലാഗ്സ്. ALU ഫ്ലാഗ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ALU ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാനുള്ള ഫ്ലാഗുകളാണ്. അപ്പോൾ ആ ഫ്ലാഗ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ നെക്സ്റ്റ് അഡ്രസ് കൺട്രോളിലുള്ള, അതായത് നമ്മുടെ കൺട്രോൾ ബഫർ രജിസ്റ്ററിനകത്തു നിന്നുള്ള മൈക്രോ ഇൻസ്ട്രക്ഷനിൽ കൺട്രോൾ വേർഡിനകത്തുള്ള അഡ്രസ്സാണോ എടുക്കേണ്ടത്, അതോ ജസ്റ്റ് ഇപ്പോൾ ഏത് അഡ്രസ്സാണ് എടുത്തതെന്ന് വെച്ചാൽ അതിനെ നെക്സ്റ്റ് അഡ്രസ്സിലേക്ക് പോയാൽ മതിയോ എന്നൊക്കെയുള്ള ഡിസിഷൻ എടുക്കുന്നത് സീക്വൻസിങ് ലോജിക്കാണ്. അപ്പോൾ ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എങ്ങനെയാണ് ലോഡ് ചെയ്യുക നോക്കാം. അപ്പോൾ അതിന് 2 ഇൻപുട്ട് ഉണ്ട്. സീക്വൻസിങ് ലോജിക്കിൽ നിന്ന് ഇൻപുട്ട് വരാം, ഇല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് ത്രൂ ഡീകോഡറും ഒരു ഇൻപുട്ട് വരാം. അപ്പോൾ അതെങ്ങനെയാണ് ആ ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എങ്ങനെയാണ് ലോഡ് ചെയ്യുക നോക്കാം. So depending on the value of ALU flags and control buffer register, one of the 3 decisions is made. അതായത് ALU ഫ്ലാഗ് എന്താണെന്നും കൺട്രോൾ ബഫർ രജിസ്റ്ററിനകത്തുനിന്ന് വരുന്ന വാല്യൂസ്, അതിനകത്തും കുറച്ച് ഫ്ലാഗൊക്കെ ഉണ്ട്, നെക്സ്റ്റ് അഡ്രസ്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതുമെല്ലാം കൂടെ വെച്ചിട്ടാണ് സീക്വൻസിങ് ലോജിക്ക് തീരുമാനിക്കുന്നത് നെക്സ്റ്റ് ഏത് അഡ്രസ്സിലെ മൈക്രോ ഇൻസ്ട്രക്ഷനാണ് എടുക്കേണ്ടതെന്ന്. സോ അതിന് 3 വേയിൽ നമുക്ക് എടുക്കാം. അതിലേതാണ് എടുക്കേണ്ടതെന്നുള്ള ഡിസിഷൻ സീക്വൻസിങ് ലോജിക്ക് എടുക്കും. സോ ദി ഫസ്റ്റ് ഗെറ്റ്സ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇത് ബ്രാഞ്ചിങ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് പോവുക. അതായത് ഇപ്പോൾ ഏത് മൈക്രോ ഇൻസ്ട്രക്ഷനാണോ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷനിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെയാണ് ഡിസിഷൻ എന്നുണ്ടെങ്കിൽ ആഡ് 1 ടു ദി കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ ഒരു അഡ്രസ്സ് ഉണ്ടാവും, അതിനോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അഡ്രസ്സ് കിട്ടും. Then next, jump to a new routine based on jump മൈക്രോ ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മുടെ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തൊരു ബ്രാഞ്ചിങ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ കൺട്രോൾ ബഫർ രജിസ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ള അഡ്രസ്സിലേക്ക് പോവുക. സോ ദി ലോഡ് ദി അഡ്രസ് ഫീൽഡ് ഓഫ് കൺട്രോൾ ബഫർ രജിസ്റ്റർ ഇൻ ടു ദി കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. അത് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ബഫർ രജിസ്റ്ററിലുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ നെക്സ്റ്റ് അഡ്രസ് പാർട്ടിൽ വരുന്ന അഡ്രസ്സ്, അതിനെ ലോഡ് ചെയ്യായിരിക്കും ചിലപ്പോൾ ചെയ്യുക. ഇനി 3ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജമ്പ് ടു എ മെഷീൻ ഇൻസ്ട്രക്ഷൻ റൂട്ടീൻ. അതായത് ഒരു മെഷീൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം, അതായത് നമ്മളൊരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണല്ലോ എക്സിക്യൂട്ട് ചെയ്യുക CPU-നകത്ത്. ഇപ്പോൾ ഒരു ആഡ് R1, R2, R3 ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഇങ്ങോട്ട് വരികയാണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ മെമ്മറിയുടെ അകത്തുള്ള ഏത് മൈക്രോ ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് മൈക്രോ ഇൻസ്ട്രക്ഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചില സമയത്ത് തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IR എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണല്ലോ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ ഇൻസ്ട്രക്ഷൻ ഒരു ഡീകോഡറിനകത്തൂടെ പാസ് ചെയ്യും. ഡീകോഡർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പ് കോഡ് എടുത്തിട്ട്, ഓപ്പ് കോഡാണ് പറയുക എന്താണ് ഓപ്പറേഷൻ എന്നുള്ളത്, ആ ഓപ്പ് കോഡിനെ ഡീകോഡ് ചെയ്തിട്ട് തീരുമാനിക്കും നമ്മുടെ കൺട്രോൾ മെമ്മറിയുടെ അകത്ത് ഏത് ഇൻസ്ട്രക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന്. അപ്പോൾ അതാണ് ഈ 3rd ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ദി കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ബേസ്ഡ് ഓൺ ദി ഓപ്പ് കോഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ ഓപ്പ് കോഡ് എടുത്തിട്ട് ഏത് അഡ്രസ്സിലേക്കാണ് പോകേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ആ അഡ്രസ്സ് ലോഡ് ചെയ്യാം. അപ്പോൾ 3 രീതിയിലാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ലോഡ് ചെയ്യുക. ഒന്നുകിൽ ഇതിനെ തൊട്ട് മുന്നത്തെ അഡ്രസ്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് 1 ഇൻക്രിമെൻറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അഡ്രസ്സ് വെച്ചിട്ട് നമ്മളൊരു മൈക്രോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. ആ മൈക്രോ ഇൻസ്ട്രക്ഷനകത്ത് പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്നുള്ള അഡ്രസ്സ്, ആ അഡ്രസ്സായിരിക്കും ചിലപ്പോൾ ലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ള ഓപ്പ് കോഡിനെ ഡീകോഡ് ചെയ്തെടുത്തിട്ട് കിട്ടുന്ന ഒരു അഡ്രസ്സായിരിക്കും ലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. അതാണ് ഇവിടെ 2 ഇൻപുട്ട് കൊടുത്തത്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്നുള്ള ഇൻപുട്ടും സീക്വൻസിങ് ലോജിക്ക് എന്നുള്ള ഇൻപുട്ടും. അപ്പോൾ സീക്വൻസിങ് ലോജിക്കിനകത്ത് നിന്നാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ 2 ഓപ്ഷൻസ് വരുന്നത്. ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണോ അതോ നമ്മുടെ കൺട്രോൾ ബഫർ രജിസ്റ്ററിനകത്ത് നിന്ന് വരുന്ന അഡ്രസ്സ് വേണോ എന്നുള്ളത്. ഇത് 2 സീക്വൻസിങ് ലോജിക്കിനകത്ത് നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് നിന്ന് ഉള്ള അഡ്രസ്സ്. ഇങ്ങനെ 2 പാത്തിലാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് അഡ്രസ്സ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് വർക്ക് ചെയ്യുക.